ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞത് ഡാറ്റ സ്ട്രക്ചറിനകത്തെ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനകത്തെ സ്റ്റാക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനകത്തെ ക്യൂ എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. ക്യൂ എഴുതുന്ന ശ്രദ്ധിക്കുക. QUEUE ക്യൂ എന്നാണ് പറയുക. ക്യൂ എന്താണ് ക്യൂ എന്ന് നമുക്കറിയാം. ക്യൂ എന്ന് നമുക്ക് പല സിറ്റുവേഷനകത്തും നമ്മൾ റെയിൽവേ ടിക്കറ്റ് എടുക്കുമ്പോൾ, സിനിമ ടിക്കറ്റ് എടുക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ, അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്യൂ ആണ് അല്ലേ? ആ ഒരു ക്യൂ എന്ന് പറയുന്ന വരിയായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത പോളിംഗ് സ്റ്റേഷനകത്ത് ഇപ്പോൾ ഇവിടെ കൊടുത്തുള്ള ചിത്രം പോളിംഗ് സ്റ്റേഷനകത്ത് ആളുകൾ ക്യൂ നിൽക്കുന്നതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പേഴ്സൺ വന്ന് ജോയിൻ ചെയ്യണത് അതിൻ്റെ റയർ പൊസിഷനാണ്, ബാക്കിലാണ് അല്ലേ? റയർ പൊസിഷനിലാണ് ആളുകൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ റിമൂവ് ആവുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരാൾ അതിൽ നിന്നും ഒഴിവായി പോകുന്ന എവിടെ നിന്നായിരിക്കും? ഫ്രണ്ടിൽ നിന്നായിരിക്കും പോവുക. ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദ ഫസ്റ്റ് വോട്ടർ ഇൻ ക്യൂ വിൽ കം ഔട്ട് ഫസ്റ്റ് ഫ്രം ദി ക്യൂ. ആദ്യത്തെ വോട്ടർ എവിടെ നിന്നാണ് പോവുക? ആ ക്യൂവിൻ്റെ ഏറ്റവും ഫസ്റ്റ് നിന്നാണ് ആൾ പോവുക. അപ്പോൾ ആൾ ഇൻസേർട്ട് ആവുന്നത് എവിടെയാണ്? റയറിലും. ആൾ ഡിലീഷൻ നടക്കുന്ന എവിടെയാണ്? ഫ്രണ്ടിലുമാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫിഫോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്താ പറയുക? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ സ്റ്റാക്കിനകത്ത് പറഞ്ഞത് ലിഫോയാണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് വരുന്ന ആൾ എവിടെ പോകുന്നു? ഫസ്റ്റ് പുറത്തു പോകുന്നു. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് വരുന്ന ആൾ എവിടെ പോകുന്നു? ഫസ്റ്റ് പുറത്ത്. ആദ്യം വരുന്ന ആൾ ആദ്യം പുറത്തു പോകുന്നു. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് മസ്റ്റ് ബി ഫോളോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ, അങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചറിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്യൂ എന്ന് വിളിക്കാം. എ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് ഫിഫോ പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് ക്യൂ. ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്യൂ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഫിഗറിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് 2 എൻഡ് പോയിന്റ്സ് ഉണ്ട്. ഒരു ക്യൂവിന് എന്തുണ്ട്? 2 എൻഡ് പോയിന്റ്സ് ഉണ്ട്. ഒന്ന് റയർ എൻഡും ഒന്ന് എന്താണ്? ഫ്രണ്ട് എൻഡും. അല്ലെങ്കിൽ 2 എൻഡ് പോയിന്റ്സ് ആണ് ഒരു ക്യൂവിനകത്തുള്ളത്. ഒന്നെന്താണ്? ഫ്രണ്ട് എൻഡും അതുപോലെ തന്നെ എന്താണ്? റയർ എൻഡും. അപ്പോൾ റെയർ എൻഡും ഫ്രണ്ട് എൻഡിനകത്താണ് ഡിലീഷൻ നടക്കുക, റെയർ എൻഡിനകത്താണ് എന്ത് ചെയ്യുക? ഇൻസേർഷൻ നടക്കുക. അപ്പോൾ ഇൻസേർട്ടിങ് എ ന്യൂ ഡാറ്റ ഐറ്റം ഇൻ എ ക്യൂ വിൽ ബി അറ്റ് ദ റെയർ എൻഡ്. അപ്പോൾ അത് ചോദിക്കും, ഇൻസേർഷൻ നടക്കുന്ന എവിടെയാണ്? ഇൻസേർഷൻ നടക്കുക ബാക്കിലാണല്ലോ അല്ലേ? ബാക്കിലാണ് ഇൻസേർഷൻ നടക്കുക. അപ്പോൾ റെയർ എൻഡിലാണ് എന്ത് ചെയ്യുക? ഇൻസേർഷൻ നടക്കുക. അതുപോലെ തന്നെ ഡിലീഷൻ നടക്കുന്ന എവിടെയാണ്? ഫ്രണ്ട് എൻഡിൽ നിന്നാണ് എന്ത് ചെയ്യുക? ഡിലീഷൻ നടക്കുക. ഫസ്റ്റത്തെ ആൾ ഇങ്ങനെ റിമൂവ് ആയി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്യൂ എന്നെന്ത് ചെയ്യാൻ വേണ്ടി വിളിക്കാൻ പറ്റും. അതുമാത്രമല്ല, ക്യൂവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് വേറെ രീതിയൊന്നുമില്ല. നമ്മൾ എങ്ങനെ തന്നെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അറേ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യൂവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇത് സ്റ്റാറ്റിക് നേച്ചറാണ്, ലീനിയർ ആണ്, സ്റ്റാറ്റിക് നേച്ചറാണ്. അപ്പോൾ ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും എന്തുപയോഗിച്ചിട്ട് തന്നെയാണ്? അറേ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ക്യൂവിനെ എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അറേ ഉപയോഗിച്ച് തന്നെയാണ് ക്യൂവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യൂ എന്ന് പറയുക. 2 എൻഡ് പോയിന്റ് ഉണ്ട്. സ്റ്റാക്കിനകത്ത് 1 എൻഡ് പോയിന്റേ ഉള്ളൂ. ക്യൂവിനകത്ത് എന്തുണ്ട്? 2 എൻഡ് പോയിന്റ് ഉണ്ട്. എന്തൊക്കെയാണ്? റയർ എൻഡ് പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഫ്രണ്ട് എൻഡ് പോയിന്റ് ഉണ്ട്. റയറിലാണ് ഇൻസേർഷൻ നടക്കുക, ഫ്രണ്ടിലാണ് എന്ത് നടക്കുക? ഡിലീഷൻ നടക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ക്യൂ ആണ്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ക്യൂവിനകത്ത് ഇവിടെ നമ്മൾ ഈ ഒരു ഫിഗർ പറഞ്ഞിട്ടുണ്ട്. ഈ ഫിഗറിനകത്ത് ഒരു അറേ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു അറേ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്യൂവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യൂ ഓഫ് 10 എന്നാണ് ഇതിൻ്റെ പേര്. ക്യൂ ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10 എലമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. 10 എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 10 എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 മുതൽ എവിടം വരെയാണ്? 9 വരെയാണ്. അപ്പോൾ മാക്സിമം ഇൻഡെക്സ്, അറേയുടെ ഇൻഡെക്സ് സൈസ് എത്രയാണ് വരിക? 9 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ 10 ഇൻഡിജേഴ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ക്യൂ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് എന്തുണ്ട്? 5 എലമെൻറ്റ്സ് ഇതിനകത്തുണ്ട്. 0 to 4 വരെയുള്ള സബ്സ്ക്രിപ്റ്റ് വാല്യൂവിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്. 2 എൻഡ് പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെ എൻഡ് പോയിന്റ്സ് ഉള്ളത്? ഒന്ന് ഫ്രണ്ട് എൻഡും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? റയർ എൻഡും ഉണ്ട്. ഫ്രണ്ട് എൻഡും ഉണ്ട്, റയർ എൻഡും ഉണ്ട്. ഫ്രണ്ട് എൻഡ് 0ലാണ്, ഫസ്റ്റത്തെ എലമെൻറ്റ് 0th പൊസിഷനിലാണ്. റയർ എൻഡ് എന്താണുള്ളത്? 4th പൊസിഷനിലാണ് എന്തുള്ളത്? റയർ എൻഡ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ക്യൂവിലെ ഫസ്റ്റ് ലൊക്കേഷനിലുള്ള ആളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യൂ ഓഫ്
ഫ്രണ്ട് എന്ന് പറയാം. ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡിലൊക്കെ ഏറ്റവും ലാസ്റ്റത്തേന് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂ ഓഫ് റയർ. ക്യൂ ഓഫ് റയർ എന്ന് പറഞ്ഞാൽ റയറിലുള്ള വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യൂ ഓഫ് 0 പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റിന്, അതുപോലെ തന്നെ ക്യൂ ഓഫ് 4 പറഞ്ഞ എന്താണ്, 4 ആണ് ഇത് റയറായി കിടക്കുന്നത്. അപ്പോൾ രണ്ട് എൻഡാണുള്ളത്. ഒന്നെന്താണ് റയർ എൻഡ്, അത് അതുപോലെ എന്താണ് ഫ്രണ്ട് എൻഡ്. ഫ്രണ്ട് എൻഡിലാണ് ഡിലീഷൻ നടക്കുക, റയർ എൻഡിലാണ് എന്ത് എടുക്കുക, ഇൻസേഷൻ നടക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊരു ക്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ 9 വരെ പറ്റും. ഒരു ക്യൂ ഇനീഷ്യലി നമ്മളൊരു ക്യൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടും ശ്രദ്ധിക്കുക കേട്ടോ, അതിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ എന്താണ് ഫ്രണ്ടും അതിൻ്റെ എന്താണ് റയറും എന്തായിരിക്കും, -1 അതായത് ഇനീഷ്യലി ഒരു ക്യൂവിൽ ഒരു എലമെൻറ്റും ഇല്ല, അത് തുടക്കമാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടും റയറും എന്തായിരിക്കും, -1 ആയിരിക്കും. അതായത് വിച്ച് മീൻസ് ക്യൂ ഇസ് എംപ്റ്റി. ക്യൂ എംപ്റ്റി ആവുന്ന ഒരു കണ്ടീഷനാണെന്ത്, ഫ്രണ്ടും റയറും എന്താവുക എന്നുള്ളതാണ്. -1 ആയാൽ ക്യൂ എംപ്റ്റി ആണ്. എന്താ പറയുക, ഫ്രണ്ടും റയറും -1 ആണെങ്കിൽ ക്യൂ എന്താണ്, എംപ്റ്റി ആണ്. മനസ്സിലായോ? അപ്പോൾ അതായത് -1 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു ക്യൂ ഉണ്ട് 0 to എവിടെ വരെ ഉണ്ടെന്ന് വിചാരിക്കുക, 9 വരെ ഉണ്ട്, 0 to 9 വരെ ഉണ്ട്. ഫ്രണ്ടിലും അതുപോലെ തന്നെ എന്താണ് ഫ്രണ്ട് എന്ന് പറയുന്ന പൊസിഷനിലും അതുപോലെ തന്നെ എന്താണ് റയർ എന്ന പൊസിഷൻ എന്താണ് -1 ആണ്. അതായത് ഇവിടെ കിടക്കുകയാണ്, 2 ഇവിടെ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്താണ്, എംപ്റ്റി ആണെന്നാണ് പറയുക. അങ്ങനെ when the first element is inserted into queue, അങ്ങനെ ഒരു ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ ആ ക്യൂവിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിനെയും അതുപോലെ തന്നെ എന്താണ് ഫ്രണ്ടും റയർ എൻഡും എന്ത് ചെയ്യുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, 0 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂവിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന ഇൻസേർട്ട് ചെയ്യണം 0th ലൊക്കേഷനിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റയറിൻ്റെയും അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെയും വാല്യൂ എന്തായിരിക്കും, ഇൻക്രിമെൻറ്റഡ് ബൈ 1. റയറും ഫ്രണ്ടും എന്ത് ചെയ്യുന്നു, ഇൻക്രിമെൻറ്റ് സെറ്റ് ചെയ്യും, 0 ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണോ, ഇതിനകത്തേക്ക് ഫ്രണ്ടും 0 ആയിട്ട് സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ റയറും 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യണം. എവിടെ വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, 9 വരെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്ന് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റയർ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ റയർ 1 ആവുന്നു, അവിടെ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു. റയർ 2 ആവുന്നു, അവിടെ എവിടെ വരെ പോകാൻ പറ്റും, റയർ 9 വരെ, അതായത് n-1 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നു കഴിയുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, റയറാണ് എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഡിലീഷൻ ഇൻസേർട്ട് നടക്കുന്ന സമയത്ത് റയർ എന്ത് ചെയ്യുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നു. ഡിലീഷൻ നടക്കുന്ന സമയത്ത് ഫ്രണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ക്യൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ക്യൂവിനകത്ത് 2 എൻഡ് ഉണ്ട്. ക്യൂ ഒരു ലീനിയർ എന്താണ് ഡാറ്റ സ്ട്രക്ചറാണ്. ക്യൂവിനകത്ത് എന്തുണ്ട്, 2 എൻഡ് പോയിന്റ്സ് ഉണ്ട്. ഒന്ന് റയറും അതുപോലെ തന്നെ എന്താണ്, ഒന്ന് ഫ്രണ്ടും. എവിടെയാണ് ഇൻസേഷൻ നടക്കുക, റയർ എൻഡിനകത്താണ് ഇൻസേഷൻ നടക്കുക, ഫ്രണ്ട് എൻഡിനകത്താണ് എന്ത് ചെയ്യുക, ഡിലീഷൻ നടക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി ഒരു ക്യൂ എന്തായിരിക്കും, ആ ക്യൂവിൻ്റെ റയറും ഫ്രണ്ടും എന്തായിരിക്കും, -1 ആയിരിക്കും. -1 എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ എംപ്റ്റി ആകുന്ന ഒരു സിറ്റുവേഷനാണ് എന്ത്, -1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ ഓൺ ക്യൂ ആണ്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഓപ്പറേഷൻസ് ഓൺ ക്യൂ ആണ്. ക്യൂവിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻസ്. ഇപ്പോൾ സ്റ്റാക്കിനകത്ത് നമ്മൾ ഓപ്പറേഷൻസ് നടത്തി, അതേപോലെ തന്നെ അറയുടെ പോലെയുള്ള എല്ലാ ഓപ്പറേഷൻസും നമുക്ക് നടത്താൻ പറ്റില്ല. പക്ഷേ ഇൻസേഷനും ഡിലീഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂവിനകത്ത് നടത്താൻ പറ്റും. ഒരു ഓർഡിനറി അറക്കകത്ത് നമ്മൾ ഇൻസേഷനും ഡിലീഷനും നടത്തുന്ന പോലെയല്ല ഒരു ക്യൂവിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേഷനും ഡിലീഷനും നടത്തുക. അപ്പോൾ സ്റ്റാക്കിനകത്ത് ഇൻസേഷനും ഡിലീഷനും നടത്തിയത് ടോപ്പ് പറയുന്ന എൻഡിനകത്താണ് എന്ത് ചെയ്തത്, ഇൻസേഷനും ഡിലീഷനും നടത്തിയത് സ്റ്റാക്കിനകത്ത്. പക്ഷേ ഇവിടെ നമ്മൾ ഇൻസേഷനും ഡിലീഷനും നടത്തുന്ന എവിടെയായിരിക്കും, ഫ്രണ്ട് എൻഡിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് റയർ എൻഡിലുമാണ് നമ്മൾ എന്ത് ചെയ്യുക, റയർ എൻഡിൽ ഇൻസേഷൻ നടത്തുന്നു, ഫ്രണ്ട് എൻഡിൽ നമ്മൾ എന്ത് നടത്തുന്നു, ഡിലീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു നടത്തുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് പോയിന്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസേഷനും ഡിലീഷനും നടത്തുന്നത്. ക്യൂവിനകത്ത് ഡിഫറെൻറ്റ് പോയിന്റ്സിലാണ് നമ്മൾ ഇൻസേഷനും ഡിലീഷനും എന്ത് ചെയ്യുക, നടത്തുക. പക്ഷേ സ്റ്റാക്കിനകത്ത് നമ്മൾ എവിടെ നടത്തുക, ഒറ്റ സിംഗിൾ പോയിന്റിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസേഷനും ഡിലീഷനും നടത്തുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ പറയുന്ന ക്യൂവിനകത്തുള്ള ഇൻസേഷൻ ഓപ്പറേഷനാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക, വാട്സപ്പിനകത്ത് ചോദിക്കുക. ഓക്കെ, നമ്മൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിനകത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇൻസേഷൻ ഓപ്പറേഷനാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. വാട്ട് ഈസ് ഇൻസേഷൻ? ഇൻസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് എ ന്യൂ ഐറ്റം ഇൻ ടു എ ക്യൂ അറ്റ് ദി റയർ എൻഡ്. എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുക,
റയർ എൻഡിനകത്താണ് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഒരു പുതിയ ഒരു ഐറ്റത്തെ നമ്മുടെ ക്യൂവിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് ഇൻസേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റയർ എൻഡ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. ഒരു നെക്സ്റ്റ് ലൊക്കേഷനകത്തേക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത റയർ എൻഡിലേക്ക് പോകുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടും അതുപോലെ തന്നെ എന്താണ്, ഫ്രണ്ടും അതുപോലെ തന്നെ റയറും എന്താണ്, -1 ആണ്. ആ ഒരു കണ്ടീഷനകത്ത് എന്തായിരിക്കും, ക്യൂ എന്താണ്, എം ടി ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിനെയും അതുപോലെ തന്നെ എന്താണ് റയറിനെയും 0 ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നു, ശ്രദ്ധിക്കട്ടോ. എന്നിട്ട് ഇവിടെ ഇൻസേർട്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്തിനെ മാത്രമേ മാറ്റുള്ളൂ, റയറിനെ 1 ആക്കി. അപ്പോൾ റയർ ഇവിടെ വന്നു അല്ലേ, ഇവിടെ ഇൻസേർട്ട് ചെയ്തു. റയറിനെ 2 ആക്കി. അങ്ങനെ എവിടം വരെ പോവാം, 9 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി നമ്മുടെ എന്താണ് സെറ്റപ്പ്, ഇനീഷ്യലി എന്താണ് റയറും ഫ്രണ്ടും എന്തായിരിക്കും, -1 ആയിരിക്കും. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഒരു സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് ഫ്രണ്ടും റയറും 0 ആക്കി. എന്നിട്ട് ഫസ്റ്റ് ഐറ്റം എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് എന്ത് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് റയർ എന്ത് ചെയ്തു, റയർ മാത്രം എന്ത് ചെയ്തു, റയർ മാത്രം ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, റയർ മാത്രം ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു, 16 ഐറ്റം എടുത്തിട്ട് അവിടെ സ്റ്റോർ ചെയ്തു, 16 സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യുമ്പോൾ റയർ എന്ത് ചെയ്യുന്നു, റയർ വീണ്ടും എന്ത് ചെയ്യുന്നു, 2 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ റയർ ഇങ്ങോട്ട് വരും, ഇത് മാറിയിട്ട് ഇങ്ങോട്ട് വരും അല്ലേ. എന്നിട്ട് ആ ഐറ്റത്തിന് എടുത്തിട്ട് എന്ത് ചെയ്യും, 30 ആണെങ്കിൽ ആ 30 ഐറ്റത്തിന് എടുത്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. വീണ്ടും റയർ എന്ത് ചെയ്യുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. എവിടം വരെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റും, 9 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക, അടുത്ത ഐറ്റത്തിനെ റയർ ഇൻക്രിമെൻറ്റ് ചെയ്തു, കണ്ടോ, 2 ഇൻക്രിമെൻറ്റ് ചെയ്തു. ആ ഐറ്റത്തിന് എടുത്തിട്ട് എവിടേക്ക് വെച്ചു, റയറിനകത്തേക്ക് വെച്ചു. എന്നിട്ട് എവിടം വരെ പോകാം, മാക്സിമം എവിടം വരെ പറ്റും, 9 വരെ പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഒക്കെ കൊടുത്തിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചോദിക്കുക. റയർ എങ്ങനെയാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലായി. ഇത് ഇവിടെ ഒരു എം ടി ക്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു എം ടി ക്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എം ടി ക്യൂ കൊടുത്തിട്ടുണ്ട്. എം ടി ക്യൂവിൻ്റെ പ്രത്യേകത ഫ്രണ്ടും റയറും എന്തായിരിക്കും, -1 ആയിരിക്കും. എം ടി ക്യൂവിൽ ഫ്രണ്ടും റയറും എന്തായിരിക്കും, -1 ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, -1 ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട് റയറിനെ -1 എന്നുള്ള ഫ്രണ്ട് റയറിനെ നമ്മൾ 0 ആക്കി മാറ്റുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് റയറും ഇവിടെ വന്നു. എന്നിട്ട് ആ ഐറ്റത്തിന് എടുത്തിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐറ്റം റിസീവ് ചെയ്യുന്നു. ആദ്യം ഐറ്റം റിസീവ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റയറിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് റയർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഐറ്റത്തിനെ റയറിലേക്ക് സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് അടുത്തത് എന്ത് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, പുതിയ എലമെൻറ്റിന് കൊടുക്കുക. ഐറ്റം എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക, റയർ ഇൻക്രിമെൻറ്റ് ചെയ്യുക, റയർ ഇവിടെ എത്തി ആ വാല്യൂസ് അവിടെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്സെപ്റ്റ് ദ വാല്യൂ ഇൻ എ വേരിയബിൾ. ഒരു വേരിയബിളിനകത്ത് ഇൻസേർട്ട് ചെയ്യാനുള്ള, ക്യൂവിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, റയറിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് റയർ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ ഇൻസേർട്ട് ചെയ്യുക അല്ലേ. അങ്ങനെ ഫസ്റ്റ് ഇൻസേർഷൻ നടക്കുമ്പോൾ ക്യൂ എം ടി ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫ്രണ്ട് റയറും നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ചെയ്യണം. റയർ 0 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ റയർ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഇൻക്രിമെൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ സംവിധാനങ്ങൾ, പുതിയ എലമെൻസിനെ ആഡ് ചെയ്യുമ്പോൾ റയർ മാത്രം ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യൂടെ പോകും, റയർ ബിക്കം 9 ആവണ വരെ എന്ത് ചെയ്യുന്നു, ഇൻക്രിമെൻറ്റേഷൻ നടക്കും അല്ലേ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, റയർ 9 ആയി കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക, ക്യൂ ഓവർഫ്ലോ ആകും. അപ്പോൾ അതായത് ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഓഫ് ദി അറേ 9. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന 10 എലമെൻറ്റുള്ള അറേ ആകുമ്പോൾ 9 ആണ് എന്ത് ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് വാല്യൂ വരിക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ക്യൂ ഓവർഫ്ലോ ഉണ്ടാകും. മനസ്സിലായോ, ക്യൂ ഓവർഫ്ലോ മനസ്സിലായോ. അപ്പോൾ ക്യൂവിനകത്ത് ഇൻസേർഷൻ ഓപ്പറേഷൻ നമുക്ക് മനസ്സിലായി. അതിൻ്റെ അൽഗോരിതമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ക്യൂവിനകത്തേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അൽഗോരിതം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇവിടെ പറയുന്നത് ക്യൂ ഓഫ് എൻ എന്താ കൊടുക്കും, ക്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യൂ ഉണ്ടാക്കി അല്ലേ. വാൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കി, റയർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കി, ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കി. എന്നിട്ട് നോക്കാം ആദ്യം if റയർ ഈക്വൽ ടു -1 ആണെങ്കിൽ, റയർ എന്താണ്, -1 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്രണ്ട് എന്തായിരിക്കും, -1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് സെറ്റ് ചെയ്യണം, റയറിനെയും അതുപോലെ തന്നെ എന്താണ് ഫ്രണ്ടിനെയും 0 ആക്കിയിട്ട് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന ക്യൂ എം ടി ആണോ നോക്കണം. എം ടി ആണെങ്കിൽ അതിൻ്റെ റയറിനെയും ഫ്രണ്ടിനെയും 0 ആക്കി സെറ്റ് ചെയ്തിട്ട് ക്യൂ ഓഫ് റയറിനകത്തേക്ക് നമ്മൾ വാല്യൂ എന്ത് ചെയ്യണം, കൊടുക്കണം.
അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ ക്യൂ എങ്കിൽ -1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 0 ആക്കി സെറ്റ് ചെയ്തിട്ട് ഇതാണ് റയറിലെ ക്യൂ ഓഫ് റയർ. അപ്പോൾ 0 ആണ്, റയറും 0 ആവും, ഫ്രണ്ടും 0 ആവും, റയറും എന്താവും 0 ആവും, റയറും 0 ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് റയറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതല്ല റയർ -1 അല്ല എങ്കിൽ ഈ റയർ ലെസ് ദാൻ n ആണോ നോക്കണം. അതായത് n 10 അല്ലേ, n എന്താണ് 10 ആണ് അല്ലേ, n 10 ആണ് അല്ലേ, അപ്പോൾ 9 വരെ പറ്റുള്ളൂ. അപ്പോൾ റയർ ലെസ് ദാൻ n ആണോ നോക്കണം. ശരിക്കും പറഞ്ഞാൽ ലെസ് ദാൻ n എന്നല്ല നോക്കേണ്ടത്, n-1 നോക്കണം ശരിക്കും, എന്നാലേ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ റയർ ഈക്വൽ ടു റയർ പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റയർ ഈക്വൽ ടു റയർ പ്ലസ് 1. റയർ ഈക്വൽ ടു അതായത് ഈ പറയുന്ന 9-നെക്കാട്ടി ചെറുതാണോ എന്നാണ് നോക്കേണ്ടത്, 9-നെക്കാട്ടി ചെറുതാണോ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ n-1 ആണ് നോക്കേണ്ടത്. റയർ ഈക്വൽ ടു റയർ ലെസ് ദാൻ n ആണോ നോക്കുക, അപ്പോൾ n-1 ആണോ നോക്കുക, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ നോക്കുക. റയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേണ്ട, റയർ ലെസ് ദാൻ n ആണോ നോക്കുക, ലെസ് ദാൻ n-1 ആണോ നോക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ റയർ ഈസ് ഈക്വൽ ടു റയർ പ്ലസ് 1. അതായത് ഇപ്പോൾ ലെസ് ദാൻ n ആണെങ്കിൽ n 10 ആണെങ്കിൽ 10-നെക്കാട്ടി ചെറുത് 9 ആണല്ലോ വരിക. പക്ഷേ 9 ശരിയാവില്ലല്ലോ, കാരണം 9 വന്നു കഴിഞ്ഞാൽ 9-നുള്ളിൽ വാല്യൂ ഉണ്ട്. റയർ 9 ആണെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റയർ n-1 ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ റയർ ഈക്വൽ ടു റയർ പ്ലസ് 1 കൊടുത്തിട്ട് അവിടേക്ക് എന്ത് ചെയ്യുക, വാല്യൂ കൊടുക്കുക. അതല്ല റയർ ഈ രണ്ട് കണ്ടീഷനും അല്ല എന്ന് വിചാരിക്കുക, റയർ -1 അല്ല, റയർ എന്തുമല്ല ഈ പറയുന്ന രൂപത്തിൽ n-1 ചെറുതും അല്ല എന്നുണ്ടെങ്കിൽ റയർ എന്താ ഈ പറയുന്ന ക്യൂ എന്തായിരിക്കും, ഓവർഫ്ലോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു അൽഗോരിതം നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ ഈ അൽഗോരിതം എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എന്താണ് ഇൻസേർഷൻ ഓഫ് ക്യൂവിനകത്തേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന അൽഗോരിതമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, കാണുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പോൾ ക്യൂ ഓവർഫ്ലോ എന്ന കണ്ടീഷൻ എപ്പോഴാണ്, ക്യൂ ഫില്ലായി കഴിഞ്ഞാൽ അതായത് n-1-നെക്കാട്ടിയും വാല്യൂ, അതായത് ലെസ് ദാൻ n-നെക്കാട്ടിയും മാക്സിമം സബ്സ്ക്രിപ്റ്റ് വാല്യൂവിനെക്കാട്ടിയും കൂടുതൽ വാല്യൂസ്. അപ്പോൾ 10 എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ക്യൂ എന്താണ്, ഓവർഫ്ലോ ആകും. നെക്സ്റ്റ് പറയുന്നത് ഡിലീഷൻ ഓപ്പറേഷനാണ്. ഡിലീഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിലീഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിലീറ്റ് ചെയ്യുക. ഡിലീഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഐറ്റം ദ ഫ്രണ്ട് എൻഡ്. ഡിലീഷൻ പറഞ്ഞാൽ എന്താണ്, ഡിലീഷൻ പറഞ്ഞാൽ എന്താ, റിമൂവ് ചെയ്യുക, ഒരു ഐറ്റത്തിന് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്യൂവിനകത്തുനിന്ന് ഒരു ഐറ്റത്തിനെ ഫ്രണ്ട് എൻഡിൽ നിന്ന് റിമൂവ് ചെയ്യല്ല ചെയ്യണത്. നമ്മൾ അവിടെ എന്താ ചെയ്യണത്, ആ ഒരു ഐറ്റത്തിനെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാക്കുക. അതായത് ഫ്രണ്ടിന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരിക അല്ലേ, നോട്ട് ഫിസിക്കലി റിമൂവ്ഡ്, റാദർ ആക്സസ് ഈസ് ഡിനൈൻഡ് ബൈ ഇൻക്രിമെൻറ്റിങ് ദ വാല്യൂ ഓഫ് ഫ്രണ്ട്. ആക്സസ് എന്താ ചെയ്യണത്, ആ ആക്സസ് ഡിനൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് അല്ലേ, ആക്സസ് ഡിനൈൻ ചെയ്യാണ് ശരിക്കും ചെയ്യണം. അപ്പോൾ ഡിലീഷൻ എന്ന് പറഞ്ഞാൽ റിമൂവ്. ഇപ്പോൾ ഇവിടെ ഒരു അറേ ഉണ്ട്, ഒരു ക്യൂ ഉണ്ട്. ആ ക്യൂവിനകത്ത് മൂന്ന് എലമെൻ്റ് ഉണ്ട്. 3 എലമെൻറ്റിനകത്ത് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും, ഫ്രണ്ട് ശരിക്കും 0 ആണ്, റയർ എന്താണ് 2 ആണ്. അപ്പോൾ ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെ റിട്രീവ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്രണ്ട് എൻഡ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. റിട്രീവ് ചെയ്യുക, എലമെൻറ്റിനെ എടുക്കുക, ഫ്രണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഐറ്റത്തിനെടുത്തു 0 ഐറ്റത്തിനെടുത്തു, ഫ്രണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു, ഐറ്റത്തിനെടുത്തു, ഫ്രണ്ട് എന്ത് ചെയ്തു, ഇൻക്രിമെൻറ്റ് ചെയ്തു അല്ലേ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ടും റയറും എന്ത് തന്നെയാണ് 2 ആണ്, ഫ്രണ്ട് റയറും 2 ആണ്. ഇനി ഒന്നും കൂടി എന്ത് ചെയ്യുക, ഈ ഐറ്റത്തിനെ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫ്രണ്ട് എന്ത് ചെയ്യും, ഇവിടെ വരും. ഇൻക്രിമെൻറ്റ് ചെയ്താൽ ഫ്രണ്ട് റയറിനെക്കാട്ടും വലുതാവും. അങ്ങനെ ഫ്രണ്ട് റയറിനെക്കാട്ടും വലുതായി കഴിഞ്ഞാൽ എന്താ അവസ്ഥ, ക്യൂ എംപ്റ്റി ആണ്. അതാണ് അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഫ്രണ്ട് എന്ന് പറയുന്ന എലമെൻറ്റ് റയറിനെക്കാട്ടും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രണ്ട് ഇങ്ങോട്ട് അതിനെടുത്ത് ഈ 38 എന്നുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് ഇവിടെ വരും. അപ്പോൾ റയർ ശരിക്കും 2ഉം അതുപോലെ തന്നെ ഫ്രണ്ട് എന്തും ആവുന്നു, 3 ആകുന്നു. അപ്പോൾ റയർ അല്ലെങ്കിൽ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റയർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ക്യൂ എംപ്റ്റി ആയിരിക്കും. അപ്പോൾ ക്യൂ എംപ്റ്റി ആവുന്ന 2 സിറ്റുവേഷൻ ഉണ്ട്. റയർ ഈക്വൽ ടു റയറും ഫ്രണ്ടും -1 ആവുന്ന കണ്ടീഷനും, അതുപോലെ തന്നെ എന്താണ്, ഫ്രണ്ട് എന്താണ് റയറിനെക്കാട്ടും വലുതാവുന്ന കണ്ടീഷനിലും എന്ത് ചെയ്യുന്നു, ക്യൂ എംപ്റ്റി ആണ്. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് പറയുന്നത്, റിട്രീവ് ദ എലമെൻറ്റ് ഫ്രം ദി ഫസ്റ്റ് പൊസിഷൻ. റിട്രീവ് ചെയ്യുക, ഫസ്റ്റ് എലമെൻറ്റിന് ആ എലമെൻറ്റിന് എന്ത് ചെയ്യുക, ഫസ്റ്റ് പൊസിഷനിൽ റിട്രീവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പറയുന്ന ഫ്രണ്ട് എൻഡ് എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്യുക.
ഫ്രണ്ട് എൻഡ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആക്സസ് അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഫ്രണ്ട് എൻഡ് ഇങ്ങനെ വണ്ണ് വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് എലമെൻ്റ് എടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താവും? ഫ്രണ്ട് എൻഡ് എന്തായി മാറും? റയർ എൻഡിനെക്കാട്ടും വലുതായി മാറും അല്ലേ? ആ ഒരു സാഹചര്യത്തിലും എന്താണ്? ക്യൂ എന്തായിരിക്കും? എം ടി ആയിരിക്കും. അപ്പോൾ ക്യൂ എം ടി ആവുന്ന രണ്ട് കണ്ടീഷൻ -1 ആവുന്ന കേസിലും അതുപോലെ തന്നെ എന്താണ്? അതുപോലെ തന്നെ എന്താ പറയുക, ഫ്രണ്ട് എൻഡ് റയറിനെക്കാട്ടും വലുതാവുന്ന കണ്ടീഷൻ. അപ്പോൾ ആ വലുതായി കഴിഞ്ഞാൽ രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ ഫ്രണ്ട് എൻഡ് എന്താവുന്നു? ഫ്രണ്ട് എൻഡ് ഗ്രേറ്റർ ദാൻ റയർ ആയിക്കഴിഞ്ഞാൽ ഉടനെ ഫ്രണ്ടും അതുപോലെ തന്നെ എന്താണ്? ഫ്രണ്ടും റയറും എന്താക്കി സെറ്റ് ചെയ്യുക? ഈക്വൽ ടു -1 ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യൂ പഴയ പോലെ ആവും, എലമെൻറ്റ് 0. അപ്പോൾ രണ്ട് കണ്ടീഷനിൽ എന്താവുന്നുണ്ട്? ക്യൂ എന്താവുന്നുണ്ട്? എം ടി ആവുന്നുണ്ട്. അങ്ങനെ എം ടി ആയിട്ടുള്ളൊരു ക്യൂവിൽ നിന്നും ഡാറ്റനെ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ക്യൂ ഓവർഫ്ലോ ഉണ്ടാകുന്നു. എന്താണ് ക്യൂ ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ? ഒരു എം ടി ക്യൂവിൽ നിന്നും വീണ്ടും എന്ത് ചെയ്യുക? ട്രൈ ടു ഡിലീറ്റിംഗ് എന്താണ്? റിമൂവിങ് ആൻ എലമെൻറ്റ് ഫ്രം എ എം ടി ക്യൂ. ദിസ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് ക്യൂ അണ്ടർഫ്ലോ. ഓവർഫ്ലോ അല്ല, അണ്ടർഫ്ലോ. എന്താ പറയുക? ക്യൂ അണ്ടർഫ്ലോ ഉണ്ടാകുന്നു. എം ടി ആയിട്ടുള്ള ഒരു ക്യൂവിൽ നിന്നും എന്ത് ചെയ്യുന്നു? വീണ്ടും ഡാറ്റ എലമെൻറ്റ് എന്ത് ചെയ്യുന്നു? ഡാറ്റനെ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ക്യൂ എന്താവുന്നു? അണ്ടർഫ്ലോ ആകുന്നു. അപ്പോൾ ഡിലീഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ അതേ ക്യൂ തന്നെയാണ്. ക്യൂ ഓഫ് എൻ ആണ്. ക്യൂവിൻ്റെ പേരെന്താണ്? ക്യൂ ഓഫ് എൻ എന്നാണ് പേര്. ക്യൂ ഓഫ് എൻ ആണ്. ക്യൂ ഓഫ് എൻ എന്ന് പറയുന്നു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ഫ്രണ്ട് എൻഡ് ഉണ്ട്, റയർ എൻഡ് ഉണ്ട്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് തന്നെ, എത്ര എലമെൻറ്റ്സ് വേണമെന്നുള്ളതാണ്. വാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട് എൻഡ് എന്തായിരിക്കണം? -1നെക്കാട്ടും വലുതും അതുപോലെ തന്നെ ഫ്രണ്ട് എൻഡ് എന്താണ്? റയറിനെക്കാട്ടും ചെറുതുമാണെങ്കിലാണ് എന്തുണ്ടാവുക? ആ ഒരു ക്യൂവിനകത്ത് വാല്യൂ ഉണ്ടാവുക. ശ്രദ്ധിക്കുക, ഫ്രണ്ട് എൻഡ് -1നെക്കാട്ടും വലുതാണ്. അതായത് ഫ്രണ്ട് എൻഡ് എന്തായിരിക്കണം? -1നെക്കാട്ടി എന്താണ്? വലുതാവണം അല്ലേ? അപ്പോൾ 0 ആയാലും ക്യൂവിനകത്ത് ആളുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് എന്തായിരിക്കണം? റയറിനെക്കാട്ടി എന്തായിരിക്കണം? ചെറുതായിരിക്കണം. കാരണം റയർ ഇവിടെയാണ്, ഫ്രണ്ട് ഇവിടെ ആയിരിക്കണം. അപ്പോൾ റയർ ഇവിടെ ആയിക്കഴിഞ്ഞാൽ ക്യൂവിനകത്ത് വാല്യൂ ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലുള്ള വാല്യൂവിനെ എടുത്തിട്ട് ആ ക്യൂ ഓഫ് ഫ്രണ്ടിലുള്ള വാല്യൂവിനെ എടുത്ത് വാല്യൂലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിന് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് +1 കൊടുക്കുന്നു. ഓക്കെ, ഫ്രണ്ടിനെ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. എൽസ് അല്ലെങ്കിൽ എന്താണ്? ഈ രണ്ട് കണ്ടീഷനും ആൻഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. -1 അല്ല അതുപോലെ തന്നെ ഫ്രണ്ട് എന്താണ്? റയറും അല്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇതിലേതും ഇപ്പോൾ ആദ്യം ചെക്ക് ചെയ്യണ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ക്യൂ എന്തായിരിക്കും? അണ്ടർഫ്ലോ ആയിരിക്കും. ക്യൂവിനകത്തേക്ക് എന്തില്ല? ക്യൂവിനകത്ത് വാല്യൂ ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് പ്രോഗ്രാം നിൽക്കും. ഇനി അടുത്തൊരു ഇഫും കൂടി കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റയർ ആയാൽ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോയിട്ട് അവസാനം എന്ത് ചെയ്യുന്നു? റയറിൻ്റെ അപ്പുറത്ത് എന്ത് വരുന്നു? ഫ്രണ്ട് വരുന്നു റയറിൻ്റെ അപ്പുറത്ത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രണ്ടും റയറും എന്താക്കി സെറ്റ് ചെയ്യണം? -1 ആക്കി സെറ്റ് ചെയ്താൽ വീണ്ടും എന്താവുന്നു? ആ ക്യൂവിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇതാണ് എന്ത്? ഡിലീഷൻ ഓപ്പറേഷൻ. ഡിലീറ്റ് ചെയ്തിട്ട് എം ടി ആയിട്ടുള്ളൊരു ക്യൂവിനകത്ത് നിന്നും വീണ്ടും വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്യൂ അണ്ടർഫ്ലോ ഉണ്ടാവുന്നു. എന്താ പറയുക? ക്യൂ അണ്ടർഫ്ലോ ആണ് എന്ത് ചെയ്യുക? ഉണ്ടാവുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ക്യൂ ഫുള്ളായിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഓവർഫ്ലോ ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് C++ ഫംഗ്ഷൻ വെച്ചിട്ട് രണ്ട് പ്രോഗ്രാം ഇത് എഴുതിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ ആദ്യം കൊടുക്കുന്നത് റയർ ഈക്വൽ ടു -1 ആണോ നോക്കണം. റയർ ഈക്വൽ ടു -1 ആണെങ്കിൽ ഫ്രണ്ടും റയറും എന്താക്കണം? 0 ആക്കണം. എന്നിട്ട് ആ റയറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ കൊടുക്കണം. അതല്ല പിന്നെന്താണ്? എൽസ് ഇഫ് റയർ ലെസ് ദാൻ n ആണെങ്കിൽ എന്ത് ചെയ്യണം? റയർ ++ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? വാല്യൂ കൊടുക്കണം. എൽസ് ഓവർഫ്ലോ. അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? ആ ഒരു ഫ്രണ്ടിലെ വാല്യൂ എടുത്തിട്ട് ഫ്രണ്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതല്ലാത്ത പക്ഷം അണ്ടർഫ്ലോ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റയർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രണ്ട് ഈക്വൽ ടു -1. അത് രണ്ടിനെയും, അതായത് ഫ്രണ്ട് റയറിനെക്കാട്ടും വലുതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്യൂ എം ടി ആയി കഴിഞ്ഞാൽ രണ്ടിനും എന്ത് ചെയ്യണം? -1 വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ഓപ്പറേഷനാണ് ക്യൂവിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? മെയിനായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടി നമുക്ക് പറയാനുണ്ട്. സർക്കുലർ ക്യൂ. ഈ സർക്കുലർ ക്യൂ ഒരു ടേം ആണ്. അതിനകത്ത് കാൽക്കുലേഷൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്രയും ഓർത്താൽ മതി. ഇത്രയും എലമെൻറ്റിന് നമ്മൾ ഡിലീറ്റ് ചെയ്തു അല്ലേ? പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒരു എലമെൻറ്റിനെ മാത്രമേ നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ലീനിയർ ക്യൂവിൻ്റെ ഒരു പ്രശ്നമാണിത്. ഇവിടെയുള്ള എലമെൻസിനെ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ നമുക്കിവിടെ ഫ്രീ ആയിട്ട് ഒരു ക്യൂവിനകത്ത് ഒരു സെല്ലിനകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആളെ അല്ലെങ്കിൽ ഡാറ്റനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? 6 ലൊക്കേഷനിലുള്ള വാല്യൂ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 6 ലൊക്കേഷൻ ഫ്രീ ആണ്. പക്ഷേ നമുക്ക് ഇവിടെ ഈ 7th ഈ ലാസ്റ്റ് ലൊക്കേഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ മാത്രമേ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അല്ലേ, ഒരൊറ്റ എലമെൻറ്റിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ലിമിറ്റേഷൻ ഓവർകം, അതായത് ലീനിയർ ക്യൂവിൻ്റെ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ക്യൂവിൻ്റെ എൻഡുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കണക്ട് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ക്യൂ ആണെന്ത്, സർക്കുലാർ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റേഷൻ ഓഫ് ലീനിയർ ക്യൂ ക്യാൻ ബി ഓവർകം ബൈ സർക്കുലാർ ക്യൂ. അതായത് ലീനിയർ ക്യൂവിൻ്റെ എന്താണ് ലിമിറ്റേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം, സർക്കുലാർ ക്യൂ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതാണ് ശരിക്കും. അപ്പോൾ എന്തിനാണ് സർക്കുലാർ ക്യൂ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവിങ് ദ ലിമിറ്റേഷൻ ഓഫ് എന്താണ് ലീനിയർ ക്യൂ അല്ലേ. അപ്പോൾ രണ്ടും കൂടിയിട്ട് രണ്ടിനെയും എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു. എന്തിനാണ് സർക്കുലാർ ക്യൂ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ ക്യൂവിൻ്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ ഒരു ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ക്യൂ, ഇതൊരു ക്യൂ ആണ്. എന്ത് ചെയ്തു, 1 2 3 4 5 6 7 എണ്ണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എൻഡ് ഇങ്ങനെ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഫ്രണ്ടും റയറും തമ്മിൽ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 എലമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഈ 2 എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു എലമെൻറ്റിനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഫ്രണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഒരു എലമെൻറ്റിനെ അല്ലെങ്കിൽ 2 എലമെൻറ്റ് നമ്മൾ എന്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ 4 എലമെൻറ്റ് എന്ത് ചെയ്തു, ഫ്രീ 4 സെല്ല് ഫ്രീ ആയി കഴിഞ്ഞു. അപ്പോൾ 4 സെല്ല് ഫ്രീ ആകുമ്പോൾ നമ്മൾ റയറിൽ ഇൻസേർട്ട് ചെയ്തു. ഇവിടെ വന്നു. റയർ എന്തായി മാറി, 7 ആയി മാറിക്കഴിഞ്ഞാൽ 7 ആയി മാറിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, റയറിനെ എന്ത് ചെയ്യണം, 0 ആക്കി സെറ്റ് ചെയ്ത് വീണ്ടും ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലിമിറ്റേഷൻസ്, ലീനിയർ ക്യൂവിൻ്റെ ഒരു ലിമിറ്റേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, സർക്കുലാർ ക്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് സർക്കുലാർ ക്യൂ എന്നുള്ളത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. 2 എൻഡും മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിൻ്റെ, ഈ ലീനിയർ ക്യൂവിൻ്റെ 2 എൻഡും എന്ത് ചെയ്യുക, ഫ്രണ്ട് എൻഡും അതുപോലെ തന്നെ 2 എൻഡ് പോയിൻറ്റ്സ് മീറ്റ്, 2 എൻഡ് പോയിന്റ് എന്ത് ചെയ്യുക, മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ക്യൂവിനകത്ത് പറയാനുള്ളത്. ക്യൂ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്യൂ എന്ന് പറയുന്നത് ഫിഫോ ആണ്. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന, എന്താണ് പറയുക, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുക, സ്വീകരിച്ചിട്ടുള്ള ഒരു എന്താണ് ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ ക്യൂ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ എന്താണ് പറയുക, ഫോളോ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുക, ക്യൂ എന്ന് പറയുക. 2 എൻഡ് ഉണ്ട്, ഫ്രണ്ടും റയറും. ഫ്രണ്ട് എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിലീഷൻ നടത്തുക. റയർ എൻഡിലാണ് നമ്മൾ എന്ത് എടുക്കുക, ഇൻസേർഷൻ നടത്തുക. ഫുള്ളായിട്ട് ഒരു ക്യൂവിനകത്തേക്ക് ഡാറ്റ വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ക്യൂ ഓവർഫ്ലോ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എംപ്റ്റി ആയിട്ടുള്ള ഒരു ക്യൂവിനകത്തുനിന്നും എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ക്യൂ അണ്ടർഫ്ലോ ഉണ്ടാകുന്നു. ക്യൂ എംപ്റ്റി ആവുന്ന കണ്ടീഷൻ എപ്പോഴാണ്, റയറും ഫ്രണ്ടും -1 ആകുമ്പോഴും അതുപോലെ തന്നെ ഫ്രണ്ട് റയറിനെക്കാട്ടും വലുതാവുമ്പോഴും എന്താണ്, ക്യൂ എംപ്റ്റി ആയിരിക്കും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കാം. ഓക്കെ.